1960 ഒരു ഫോട്ടോയാണിത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും സിന്ധു ജല ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ഇതിൽ കാണാം. അയൂബ് ഖാന്റെ അരികിലിരിക്കുന്ന വ്യക്തി ലോകബാങ്ക് പ്രതിനിധിയായിരുന്നു. അദ്ദേഹം കരാറിന്റെ മധ്യസ്ഥനും ഗ്യാരണ്ടിക്കാരനുമായി പ്രവർത്തിച്ചു. ഈ ഫോട്ടോയ്ക്ക് പിന്നിലെ കഥയാണ് പറയുന്നത്. 1947 വിഭജനകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും ജനങ്ങൾ, പ്രദേശങ്ങൾ, വിഭവങ്ങൾ എന്നിവ വിഭജിച്ചു. പക്ഷേ നദികളെ മാത്രം അത്ര എളുപ്പത്തിൽ വിഭജിക്കാൻ കഴിഞ്ഞില്ല. സിന്ധു നദിയും അവയുടെ പോഷക നദികളും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്നതിനാൽ പാകിസ്ഥാനിലേക്ക് എത്ര വെള്ളം ഒഴുകണമെന്ന് നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ടായിരുന്നു. മറുവശത്ത് പാകിസ്ഥാന്റെ കൃഷി, കുടിവെള്ളം, ഊർജ്ജ ഉൽപ്പാദനം എന്നിവ ഈ നദിയുടെ സ്ഥിരമായ ഒഴുക്കിനെ ആശ്രയിച്ചായിരുന്നു. ഒന്നാം ഇൻഡോ പാക് യുദ്ധത്തിലേക്ക് നയിച്ച കശ്മീർ സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം ആഴത്തിലാക്കിയതിനു ശേഷവും ഇന്ത്യക്ക് ജലപ്രവാഹം തടയാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെട്ടു. ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെയും ഉപജീവന മാർഗത്തെയും ബാധിച്ചു. അതിനാൽ 1947 ഡിസംബറിൽ ഇരു രാജ്യങ്ങളും സ്റ്റാൻഡ് സ്റ്റിൽ കരാർ എന്ന താൽക്കാലിക കരാറിൽ ഒപ്പുവെച്ചു. ഇതിനെ തുടർന്ന് നദി പങ്കിടുന്നതിന് ശരിയായ പദ്ധതി തയ്യാറാക്കുന്നതുവരെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തുടരാൻ അനുവദിച്ചു. 1948 ഏപ്രിലിൽ കരാർ അവസാനിച്ചപ്പോൾ അപ്പർ ബാരി ദോബ് കനാലും ദിബാൽപൂർ കനാലും വഴി പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്കുള്ള വിതരണം നിർത്താൻ എഞ്ചിനീയർമാരോട് നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യ ജലപ്രവാഹം നിർത്തി. ഈ കനാലുകൾ ഇന്ത്യയിൽ നിന്നും പടിഞ്ഞാറൻ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാന്റെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്നുള്ള തടസ്സം പാകിസ്ഥാനിൽ ജലക്ഷാമത്തിന് കാരണമായി. ഇതിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിയന്തര ചർച്ചകൾക്കും വഴിവെച്ചു. ചർച്ചകൾക്കിടയിൽ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലായ കനാലിലേക്കുള്ള പതിവ് പ്രവേശനം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1948 മെയ് 4 കനാലുകളുടെ അറ്റകുറ്റപ്പണികൾക്കും പ്രവർത്തന ചെലവുകൾക്കും പാകിസ്ഥാൻ പണം നൽകണമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചു. വാർഷിക പണമടയ്ക്കലിന് പകരമായി ഇന്ത്യ ജലവിതരണം പുനരാരംഭിക്കുന്ന ഒരു ഇന്റർ ഡൊമിനിയൻ കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഒരു താൽക്കാലിക ക്രമീകരണം ഉണ്ടാക്കി. 3 വർഷത്തിന് ശേഷം 1951 ഒരു അമേരിക്കൻ സർക്കാർ ഉദ്യോഗസ്ഥനും വെള്ളപ്പൊക്ക നിയന്ത്രണ വിദഗ്ധനും പാകിസ്ഥാനും ഇന്ത്യയും സന്ദർശിക്കുകയും ഒരു സംയുക്ത കരാറിനായി പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. താമസിയാതെ അന്നത്തെ ലോകബാങ്ക് പ്രസിഡന്റ് യൂജിൻ ബ്ലാക്ക് സാമ്പത്തിക പുരോഗതിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന 2 രാജ്യങ്ങളെ സഹായിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിന്റെ പിന്തുണ വാഗ്ദാനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന സൈനിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഈ ആശയങ്ങൾ സഹായിച്ചു. കൂടാതെ ഇരു രാജ്യങ്ങളും പ്രക്രിയയിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു. ഇരു കക്ഷികൾക്കും അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കാൻ ന്യായമായ അവസരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലോകബാങ്ക് മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും ചെയ്തു. 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചു. 9 വർഷത്തിനിടയിലും മുമ്പ് ഉപയോഗിച്ചിരുന്നതിനാൽ എല്ലാ നദീജലവും ലഭിക്കണമെന്നാണ് പാകിസ്ഥാൻ വാദിച്ചത്. കാരണം മുമ്പ് അത് ഉപയോഗിച്ചിരുന്നതിനാലാണ് എല്ലാ ജലവും തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്ന് പാകിസ്ഥാൻ ശഠിച്ചത്.